ഓക്കെ, എല്ലാവർക്കും സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ്, നമ്പർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇൻട്രൊഡക്ഷൻ ലെവലിലുള്ള കുറച്ച് പ്രീവിയസ് ഇയർ CSIR ജാമിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തതിൻ്റെ കൂടെ 1-2 അസൈൻമെൻറ്റ് പോലത്തെ പ്രോബ്ലംസ് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ലാസ്റ്റ് ഒരു സർക്യൂട്ട് തന്നിട്ട് എപ്പോഴാണ് LED ഗ്ലോ ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. LED ഗ്ലോ ചെയ്യുമോ സ്വിച്ചിൻ്റെ പൊസിഷൻ വെച്ചിട്ട്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഗോട്ട് ദ ആൻസർ. അതിൻ്റെ ആൻസർ D ആയിരുന്നു. ഡസൻറ്റ് എമിറ്റ് ലൈറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് സ്വിച്ച് പൊസിഷൻ. ഓക്കെ, സ്വിച്ചിൻ്റെ പൊസിഷൻ ഏതൊക്കെയാണെങ്കിലും ആ LED ഗ്ലോ ചെയ്യില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ആൻസർ. അങ്ങനെ കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, അതെങ്ങനെയാണ് അത് കിട്ടിയത്, ആൻസറിലേക്ക് എത്തിയതെന്ന് മനസ്സിലാവാത്തവർ. ഓക്കെ, കുറേ പേര് എന്നോട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യം ഉറപ്പായിട്ട് നിങ്ങൾ ചോദിക്കണം. ഓക്കെ, ഫൈൻ. സോ ഞാൻ എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു, നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അതിനകത്ത് നിന്ന് 3 പോർഷനിൽ നിന്നാണ് നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റമാണ്. നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇപ്പം റീസെൻ്റ് ഇയറിൽ ചോദിക്കാറില്ലെങ്കിൽ പോലും അതിനകത്ത് നിന്ന് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, സോ ദെൻ ദ ഡിജിറ്റൽ സർക്യൂട്ട്സ്, ലോജിക്കൽ സർക്യൂട്ട്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. വൺ ഈസ് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്, അതർ ഈസ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്. സോ അതിൻ്റെ എല്ലാം ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സർക്യൂട്ട് ലോജിക്കൽ ഗേറ്റ്സ് ആയത് കാരണമാണ് നമ്മൾ ലോജിക്കൽ ഗേറ്റ്സ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോജിക്കൽ ഗേറ്റ്സ്, ഏതൊക്കെയാണ് ലോജിക്കൽ ഗേറ്റ്സ് ഉള്ളത്, അത് വെച്ചിട്ട് എന്തൊക്കെ സർക്യൂട്ടുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഓക്കെ, ഇനിയുള്ള ക്ലാസ്സുകളിലും നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ലോജിക്കൽ ഗേറ്റ്സ് ആണ്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം, അത് വെച്ചിട്ടുള്ള സർക്യൂട്ട്സുകളാണ്. ഓക്കെ, ശരിക്കും ഡിജിറ്റൽ സർക്യൂട്ട് ലോജിക്കൽ ഗേറ്റ്സ് വെച്ചിട്ട് നമുക്ക് 2 ടൈപ്സ് സർക്യൂട്ട്സ് ആണ് ഉണ്ടാക്കാമെന്ന് നമ്മൾ പറഞ്ഞു. സോ digital circuits, there are 2 classification. One is combination logic circuit, other is sequential logic circuit. Okay, ഇത് 2 ഗേറ്റുകൾ ഡിജിറ്റൽ ലോജിക്കൽ ഗേറ്റുകൾ വെച്ചിട്ട് തന്നെയാണ് റിയലൈസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തൊരു വ്യത്യാസമുണ്ട്. ഇനീഷ്യലി നമ്മൾ നോക്കാൻ പോകുന്ന കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടാണ്. കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് മെമ്മറി ഇല്ലാത്ത സർക്യൂട്ടുകളെയാണ് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സുകൾ എന്ന് പറയുന്നത്. സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സുകൾ എന്ന് പറയുന്നത് മെമ്മറി ഉള്ള സർക്യൂട്ടുകളെയാണ്. ഓക്കെ, സോ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സ് doesn't have memory. ഓക്കെ, ഡിജിറ്റൽ സർക്യൂട്ട്സിൽ മെമ്മറി എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്സിനെയാണ് മെമ്മറി എന്ന് പറയുന്നത്. അത് നമ്മൾ അതിന് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് പഠിക്കുമ്പം ഡീറ്റെയിൽ ആയിട്ട് പറയും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡസൻറ്റ് ഹാവ് എ മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ പ്രസൻറ്റ് ഇൻപുട്ട്. ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇറ്റ്സ് പ്രസൻറ്റ് ഇൻപുട്ട്. പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രമാണ് അതിൻ്റെ ഔട്ട്പുട്ട്, ഇപ്പോഴത്തെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഗേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഗേറ്റിൽ ഓരോ ഒരു ഓർ ഗേറ്റ് ആണെങ്കിൽ ഓർ ഗേറ്റിന് 2 കണ്ടീഷൻ ഉണ്ട്. 0 0 0 1 1 0 1 1 എന്ന് പറഞ്ഞ് 2 ഇൻപുട്ട് ഉണ്ടായ കാരണം 4 കണ്ടീഷൻസ് ഉണ്ട്, 4 സ്റ്റേറ്റ്സ് ഉണ്ട്. ആ 4 സ്റ്റേറ്റ്സ് മാറുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് അപ്പം തന്നെ ചേഞ്ച് ചെയ്യും. ഓക്കെ, അതാണ് അതിൻ്റെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് only on its present input. Present inputine മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബട്ട് ഇൻ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് having a memory, so its output depends on its present input as well as its previous output. അതിനൊരു ഔട്ട്പുട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ട്. ആ ഔട്ട്പുട്ട് കൂടി പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കൂടി പ്രസൻറ്റ് ഔട്ട്പുട്ടിനെ റിഫ്ലക്റ്റ് ചെയ്യും, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, സോ അതുപോലത്തെ സർക്യൂട്ടിനാണ് നമ്മൾ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് എന്ന് പറയും. അപ്പം നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്ന എല്ലാം കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സ് ആണ്.
നമ്മളിപ്പോൾ ഗേറ്റുകൾ റിയലൈസ് ചെയ്തിട്ടുള്ള കുറേ സർക്യൂട്ടുകൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കി. അതെല്ലാം തന്നെ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് ആണ്. ഇറ്റ്സ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇറ്റ്സ് പ്രസന്റ് ഇൻപുട്ട്. ഓക്കെ, വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ദീസ് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സ്? നമുക്ക് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഉണ്ട്. വി ക്യാൻ ഹാവ് ആഡർ സർക്യൂട്ട്. ആഡർ സർക്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ഡിജിറ്റൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാനുള്ള സർക്യൂട്ടാണ്. ഈ ആഡർ സർക്യൂട്ടിൽ തന്നെ നമുക്ക് ഹാഫ് ആഡർ സർക്യൂട്ടും ഉണ്ട്, ഫുൾ ആഡർ സർക്യൂട്ടും ഉണ്ട്. ഇത് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് ഡിജിറ്റൽ സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം. ഫുൾ ആഡർ സർക്യൂട്ട്. ദെൻ വി ക്യാൻ ഹാവ് സബ്സ്ട്രാക്ടർ സർക്യൂട്ട് ഉണ്ട്. അതിനും ഹാഫ് സബ്സ്ട്രാക്ടറും ഉണ്ട്, ഫുൾ സബ്സ്ട്രാക്ടറും ഉണ്ട്. Okay, then we can have multiplexer circuit. Different circuits are there. Multiplexer, this is also very important circuit. Then we can have demultiplexer is there, decoder is there, encoder is there, decoder, encoder, comparator. Different circuits are there. Without memory circuits ആണ് ഇതെല്ലാം അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, നമ്മൾ മെയിനായിട്ട് ആഡർ സർക്യൂട്ട്, സബ്സ്ട്രാക്ടർ, മൾട്ടിപ്ലെക്സും ഡിമൾട്ടിപ്ലെക്സറൊക്കെയാണ് നോക്കുന്നുള്ളൂ. ഡീകോഡർ, എൻകോഡർ, കമ്പാരേറ്റർ അത് അത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, കാരണം അത് വെച്ചിട്ടുള്ള അധികം പ്രോബ്ലംസ് ചോദിക്കാറില്ല. ഓക്കെ, നമുക്ക് നോക്കിപ്പോവാം അതൊക്കെ. ഓക്കെ, ദെൻ ആഡർ സർക്യൂട്ടിൽ ഹാഫ് ആഡർ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം 2 ബിറ്റുകൾ ആഡ് ചെയ്യാനായിട്ടാണെങ്കിൽ, ഇപ്പം 2 ബിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഐദർ ഇറ്റ് ഈസ് 00 ആവാം, അല്ലെങ്കിൽ 01 ആവാം, 10 ആവാം, 11 ആവാം. ഈ 4 കോമ്പിനേഷനുള്ള 2 സിംഗിൾ ബിറ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹാഫ് ആഡർ സർക്യൂട്ടുകൾ മതി. ഓക്കെ, സോ ലെറ്റ് ഐ ഹാവ് എ ഹാഫ് ആഡർ. ദിസ് ബോക്സ് ഈസ് എ ഹാഫ് ആഡർ. അപ്പോൾ ഈ ഹാഫ് ആഡർ ആണ് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഗേറ്റ് റിയലൈസ് ചെയ്യുന്നത്, ഗേറ്റിൻ്റെ കോമ്പിനേഷൻ സർക്യൂട്ട്സ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹാഫ് ആഡറിൽ ഞാനിപ്പോൾ പറഞ്ഞു, ഇപ്പം എ എന്ന് പറഞ്ഞൊരു ബിറ്റുണ്ട്, ബി എന്ന് പറഞ്ഞൊരു ബിറ്റും ഉണ്ട്. ഓക്കെ, എ ബിയോടെ കൂടി ആഡ് ചെയ്യണം. ഓക്കെ, എ ബിയോടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് സം ഉണ്ടാവാം, ക്യാരി ഉണ്ടാവും. ഓക്കെ, സോ ദ ഔട്ട്പുട്ട് വിൽ ബി സം ആൻഡ് ക്യാരി. ഓക്കെ, ഇപ്പം 00 തമ്മിൽ ആഡ് ചെയ്യാം, 01 തമ്മിൽ ആഡ് ചെയ്യാം, 10 തമ്മിൽ ആഡ് ചെയ്യാം, 11 തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഇത് 00 തമ്മിൽ ആഡ് ചെയ്യുന്ന സമ്മ് മാത്രമേ ഉള്ളൂ, ക്യാരി 0 ആണ്. 01 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മ് 1 ആണ്, ക്യാരി 0 ആണ്. 101 ആണ്, ക്യാരി 0 ആണ്. 11 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ് വിത്ത് ക്യാരി ഉണ്ട്. ദിസ് സം, ദിസ് ക്യാരി എ ആൻഡ് ബി. സോ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ആയിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കിട്ടും, എ ബി സം ആൻഡ് ക്യാരി 00, 01, 10 and 11. So it is like that. Sum is 0, 01, 10, 0, 0, 0, 1. Okay, so this is sum and carry. From this we know that the sum in the നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് എ ആൻഡ് ബി ആണ്, 2 ബിറ്റുകൾ. സോ ദ റിസൾട്ട് ഈസ് സം ആൻഡ് ക്യാരി ഔട്ട് ഉണ്ട്. സോ നമ്മൾ സം എടുക്കുക, സം ആണ് നമ്മുടെ ഫസ്റ്റ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഈ സർക്യൂട്ടിൻ്റെ ഫസ്റ്റ് ഔട്ട്പുട്ട് സം ആണ് വരുന്നത്. സോ സമ്മിൻ എടുക്കുക. സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, ഏതൊക്കെയാണ് ട്രൂ കണ്ടീഷൻ. സം ഓഫ് പ്രോഡക്റ്റ് ടൈമിൽ എഴുതി കഴിഞ്ഞാൽ എ ബാർ ബി ഓർ എ ബി ബാർ ആണ്. അതുപോലെ ക്യാരി എടുക്കുക, ക്യാരി എടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രമാണ് ട്രൂ കണ്ടീഷൻ, ദാറ്റ് ഈസ് എ ബി ആണ്. ഫ്രം ദാറ്റ് വി നോ ദാറ്റ് this is A and B, so this is C is an AND gate. കാരണം എ ആൻഡ് ബി ആണ് വന്നെ. സോ സി എന്ന് പറയുന്ന ഒരു ആൻഡ് ഗേറ്റ് ആണ്. സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബാർ ബി ഓർ എ ബി ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ആൻ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്. സോ ഇറ്റ്സ് ആൻ എക്സ് ഓർ ഗേറ്റ്. സോ സിംപ്ലി ഒരു ഹാഫ് ആർഡർ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോക്സിൻ്റെ ഉള്ളിൽ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റും ഒരു ആൻഡ് ഗേറ്റും ആണുള്ളത്. സോ വി ഹാവ് an exclusive OR gate and AND gate. Okay,
So this is my A and B input, and this is the box. ആ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ആൻഡ് ഗേറ്റ് ആണുള്ളത്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് A, here it is B. Okay, so this is sum and this is carry. Okay, so we realize half order circuit. അപ്പോൾ ഏത് സർക്യൂട്ട് ആയിക്കോട്ടെ, ഏത് സർക്യൂട്ട് നമ്മൾ റിയലൈസ് ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ റിയലൈസ് ചെയ്യാം. ഇതിൻ്റെ കോമ്പിനേഷൻ എഴുതിയിട്ട് അത് ഏറ്റവും മിനിമൈസ് ആയിട്ടുള്ള ഫോമിൽ എഴുതുക. ആ മിനിമൈസ് ആയിട്ടുള്ള ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഗേറ്റുകൾ വേണമെന്ന് നമ്മൾ റിയലൈസ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പം എപ്പോഴാണ് നമുക്ക് ഇപ്പോൾ ഹാഫ് ഓർഡർ പറഞ്ഞു, എപ്പോഴാണ് നമുക്ക് ഫുൾ ഓർഡർ വേണ്ടത്? ഇപ്പം നമുക്കൊരു 2 ബിറ്റ് ഡാറ്റയാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. Okay, let my 2-bit data is A1 A0 and B1 B0. എനിക്ക് ഇത് രണ്ടുമാണ് ആഡ് ചെയ്യേണ്ടത്. അതായത് എനിക്ക് 2-ബിറ്റ് ഡാറ്റയാണ്. 2-ബിറ്റ് ഡാറ്റ എന്ന് പറയുന്നത് 00 ആവാം, 01 ആവാം, 10 ആവാം, 11 ആവാം. അതുപോലെ തന്നെ B1 B0 എന്ന് പറയുന്നത് 00 ആവാം, 01 ആവാം, 10 11 ആവാം, ഏത് കോമ്പിനേഷൻസും ആവാം. ഇത് തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത്. എനിക്ക് LSB ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഉണ്ട്, ഇതിനകത്ത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ഉണ്ട്. LSB എന്ന് വെച്ചാൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബിറ്റാണ്. MSB എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയ ബിറ്റാണ്. ഇത് തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ LSB ആഡ് ചെയ്യാനായിട്ട് എനിക്ക് ഹാഫ് ഓർഡർ മതിയാവും. ഹാഫ് ഓർഡർ മതി. കാരണം എന്താ, A1 A0 ആഡ് ചെയ്യുക, വി വിൽ ഗെറ്റ് സം ആൻഡ് ദർ ഈസ് എ ക്യാരി ഔട്ട്. ഓക്കെ, ഇനി A1 B1 ആഡ് ചെയ്യുമ്പം ഈ ക്യാരി ഔട്ടോടെ ആദ്യത്തെ LSB ആഡ് ചെയ്തതിൻ്റെ ക്യാരി ഔട്ട് കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇതിൻ്റെ കൂടെ. This C0 will be added with this one. Then we will get sum 1 and carry out 1. This is carry out 0. So this most LSB add here half order madi, but this MSB add here we need a full order circuit. ഒരു ഫുൾ ഓർഡർ സർക്യൂട്ട് വേണം. അതായത് ഒരു ക്യാരി ഔട്ട് പ്രീവിയസ് ക്യാരിയോടെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ഓർഡർ സർക്യൂട്ടിൽ 3 ഇൻപുട്ട് ഉണ്ടാവും. ഏതൊക്കെയാണ് ഇൻപുട്ട്? ഒന്ന് A1 B1 എന്ന് പറഞ്ഞ ഇൻപുട്ട് കാണും. ദെൻ ക്യാരി ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാരി ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാരി ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാരി ഇന്നായിട്ടാണ് വരുന്നത്. ഈ ക്യാരി ഇന്നോടെ കൂടി ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഇറ്റ് സർക്യൂട്ട് ലുക്ക് ലൈക്ക് can have A, B, carry and sum and carry out is there for a full order circuit. I hope you understood the idea, because in LSB we need a half order only. A0 and B0 should be added and you will get sum and carry out, and this carry out will be the carry in for this MSB. We have to add this carry in with the A1 and B1. We have to add A1 plus B1 plus C in. You will get the sum and carry out. Okay, so in full order circuit we have 3 input. So let me think, this is A, B and C in. Sum and carry out is there. Okay, സോ നമുക്കറിയില്ല ഈ ക്യാരി ഇൻ എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് വരുന്ന ക്യാരി ഇൻ എന്ന് പറയുന്നത് ഐദർ 0 ആവാം ഓർ 1 ആവാം, ഏത് കണ്ടീഷൻ വേണമെങ്കിലും ആവാം. അപ്പോൾ എനിക്ക് A, B എന്ന് പറഞ്ഞ 2 ഇൻപുട്ട് ഡിഫറെൻറ്റ് കണ്ടീഷനിലുള്ള 0 0 വരുന്ന 2 കണ്ടീഷൻ വരാം. കാരണം ക്യാരി ഇൻ 0 ആവാം, 1 ആവാം. ഓക്കെ, അപ്പോൾ യു ഗോട്ട് ദ ഐഡിയ. ദെൻ 1 0 വരുന്ന 2 കണ്ടീഷൻ വരാം. ക്യാരി ഇൻ 0 1 ആവാം, സോറി 0 1 വരുന്ന 2 കണ്ടീഷൻ ഓർഡറിൽ തന്നെ എഴുതി പോവാം. 0 1, ദെൻ 1 0 വരുന്ന 2 കണ്ടീഷൻ, ദെൻ 1 1 വരുന്ന 2 കണ്ടീഷൻ. ഓക്കെ, ആ കണ്ടീഷനുകളിൽ എങ്ങനെയാണ് സമ്മ് വരുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ദാറ്റ് സം ഈസ് 0 + 0 + 0, 0 with carry out 0, 0 + 0, 0 + 1, 1 with carry out
0 plus 1, 1 plus 0, 1 with carry out, 0 plus 1, 1, 1 plus 1, 0 with carry out 1, this is 1, 0, this is 0, 1, this is again 0, 1, this is 1, 1, because 1 plus 1 is 0 with carry out 1, that 0 plus 1, 1, already there is a carry out there, it's like that. Okay. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ സർക്യൂട്ട് റിയലൈസ് ചെയ്യുന്നത്? നമുക്ക് ഈ സർക്യൂട്ട് റിയലൈസ് ചെയ്യണം. ഈ സമ്മിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഗേറ്റുകളുടെ എങ്ങനെ കോമ്പിനേഷനാണ് ഈ വന്നിരിക്കുന്നതെന്ന് നോക്കണം. അതുപോലെ ക്യാരി ഔട്ടിന് എങ്ങനെയാണ് ഗേറ്റുകളുടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നതെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇനീഷ്യലി സമ്മ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സമ്മ് ട്രൂ ആവുന്ന കണ്ടീഷൻസ് ഒക്കെ എടുക്കുക. ദിസ് കണ്ടീഷനിൽ സമ്മ് ട്രൂ ആണ്, ദിസ് കണ്ടീഷനിൽ സമ്മ് ട്രൂ ആവുന്ന കണ്ടീഷൻസ്. അപ്പോൾ ഏതൊക്കെ കണ്ടീഷനിലുള്ള സമ്മ് SOP ഫോമിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ടൈം ഈസ് A bar B bar C. ദിസ് ഈസ് A bar B bar C. ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഏത് ട്രൂത്ത് ടേബിൾ തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് സർക്യൂട്ട് റിയലൈസ് ചെയ്യാനായിട്ട് പറ്റും. പലപ്പോഴും ചോദിക്കുന്നത് അങ്ങനെയാണ്, ഒരു ട്രൂത്ത് ടേബിൾ തരും, ആ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് താഴെ തന്നിരിക്കുക ഏതാണ് സർക്യൂട്ട് എന്നാണ് ചോദിക്കുക. അപ്പം നമുക്ക് ഒരു ട്രൂത്ത് ടേബിൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സർക്യൂട്ട് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സർക്യൂട്ട് എങ്ങനെ റിയലൈസ് ചെയ്യാമെന്നാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. ഓക്കെ, then we can have this condition is true, this is A bar B C in bar, so A bar B C in bar. Okay, then again this one A B bar C in bar. Then this one is A B C. Okay, so I just take C in as common here. I take C in as common, that is A bar B bar or AB. Or if I take C in bar as common, you will get A bar B A B bar. Okay, fine. So from that let A bar B or A B bar, this is an exclusive OR gate, isn't it? So I just put this A bar B or A B bar, that is simply A exclusive OR B. Put this value as P. I just put this value as P. So what is P bar? So the P bar will be A exclusive NOR B ID. That is simply B bar. Okay, so I just put this thing in this, you will get C in P bar, C in bar P. Okay, got it. So this is simply in the form of an exclusive OR gate. So you will get C in exclusive OR P. What is P? P is A exclusive OR B. That is, the sum is A exclusive, order is doesn't matter. C. Okay, order matter alla. C in exclusive OR B exclusive OR A എന്ന് പറഞ്ഞു കഴിഞ്ഞാലും A exclusive OR B exclusive OR C എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഇൻപുട്ടിൻ്റെ പൊസിഷൻ മാറി എന്ന് ഓർത്ത് പ്രശ്നമൊന്നുമില്ല. Okay, so you got the result for sum. Like that you have to make the result for circuit for C out. C out in a circuit realize the true conditions. This one, this one, this one, and this one. What are the true conditions? So for carry out, this one is A bar B C. Okay, and this one is A B bar
C. This one is A, B, C in bar and A, B, C. These are the true conditions. Okay, from that, if I take C in as common here, you will get A bar B or A B bar. Okay. If I take A B as common here, you will get C in or C. This is simply 1. So I got C in A exclusive or B and A B is simply C out. So I got the sum equation and carry out equation. So I have to easily realize the circuit. So inside this half order, the circuit will be look like have A, B, C. This is an exclusive OR gate, and this is another exclusive OR gate. So this will be the sum. Sum is A exclusive OR, B exclusive OR, C. Okay. Then what is carry out? Carry out is C in and A exclusive OR B. So this is A exclusive OR B with C and C. So I just this is A exclusive OR B and C in. Then AB or AB ആണ് വരുന്നത്. So I just take this A and B this is AB and or C. Okay, got it the idea. So this is the way to realize the gates, logical gate combination from the truth table. Okay, truth table നിന്ന് എങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫുൾ ഓർഡർ സർക്യൂട്ടിൻ്റെ ഉള്ളിൽ ഈ ഗേറ്റുകളുടെ ഇങ്ങനത്തെ 2 എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ഉണ്ടാവും, 2 ആൻഡ് ഗേറ്റ് ഉണ്ടാവും, ഒരു ഓർ ഗേറ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ സമ്മിങ് ക്യാരി ഔട്ടും ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് വരയ്ക്കുമ്പോൾ ഒരു ബോക്സ് വരച്ചിട്ട് അതിനകത്ത് സമ്മ ക്യാരി ഔട്ട് ഇങ്ങനെ വരയ്ക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ അതുപോലെ 2 എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിൻ്റെയും 2 ആൻഡ് ഗേറ്റിൻ്റെയും ഒരു ഓർ ഗേറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മൾ എല്ലാ സർക്യൂട്ടുകളും റിയലൈസ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ദാറ്റ് വി ക്യാൻ റിയലൈസ് ദി സബ്സ്ട്രാക്ടർ സർക്യൂട്ട്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി ഐഡിയ. ഓക്കെ, ഈ ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ നിങ്ങൾക്ക് ഏത് സർക്യൂട്ട് റിയലൈസ് ചെയ്യാനായിട്ട് ഈസിലി റിയലൈസ് ചെയ്യാനായിട്ട് പറ്റും. So I just give the subtractor idea. അപ്പോൾ സബ്സ്ട്രാക്ടറോടെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ കിട്ടും. ഓക്കെ, ലൈക്ക് ദാറ്റ് ആർഡർ സർക്യൂട്ട് വി ക്യാൻ ഹാവ് ഹാഫ് സബ്സ്ട്രാക്ടർ ആൻഡ് ഫുൾ സബ്സ്ട്രാക്ടർ. ഓക്കെ, വാട്ട് ഈസ് ഹാഫ് സബ്സ്ട്രാക്ടർ? Only 2 bit is there and the result is the difference and borrow. Okay, സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് ഡിഫറൻസും ബോറോ ആണ് കിട്ടുക. So this is the half subtractor circuit, HS circuit, and we can have AB, that are the 2 bits, and the result is difference and borrow out. Difference and borrow out. So we can have the truth table AB, difference and borrow out. So these are the inputs we are applying, and these are the output we need to get from the circuit. Okay, so 0 0 0 1 1 0 and 1 1 different combination is there.
difference is 0 minus 0 0 with borrow out 0. 0 minus 1 is the difference is 1 with borrow out is 1, because we have to take one borrow. So 0 minus 1 is there. 1 minus 0 difference is 1 with 0. 1 minus 1 what are 0. Okay, from that we know that the difference, these are the two conditions for difference, true condition for difference. This is simply a bar b or a b bar. This is simply an a exclusive or b. Okay, and borrow out true condition is this only. So this borrow out is simply a bar. So how to realize this circle is simply inside this half subtractor we can have this a, this is b line is there. If given to an exclusive OR gate, the result is difference. It is a exclusive OR gate. Like sum. Summilu idu thaneyanu cheyyunna, exclusive OR thaneyanu cheyyunna. Then the borrow out is a, so I just put a NOT gate and b is there. So this is a bar b is the borrow out. So inside the half subtractor, the circuit will be look like this. Okay. Hope you clear this idea too. Okay, this idea would manaslayenu vicharikana. Like this, we can realize half subtractor is there. Half subtractor ന്റെ ട്രൂ ടേബിൾ മാത്രമാണ് ഞാൻ വരയ്ക്കുന്നുള്ളൂ. നിങ്ങൾ സർക്യൂട്ട് റിയലൈസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ നോക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ട്രൂ ടേബിൾ വരച്ചിടാം. Full subtractor. Sorry, full subtractor. Okay. So let my inputs are x, y, and borrowing, and we can have difference and borrow out, like a, b, and borrowing, or otherwise I give just a, b. So 0 0 വരുന്ന രണ്ട് കണ്ടീഷൻ borrow might be 0 or 1 ആവാം. ഓക്കെ, ലൈക്ക് നമ്മൾ ഫുൾ ഓർഡറിൻ്റെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബോറോ എന്ന് എന്താണെന്ന് അറിയത്തില്ല. കാരണം എന്താ, നമുക്കിപ്പം രണ്ട് ബിറ്റുകൾ തമ്മിൽ A1 A0 എന്ന് പറഞ്ഞ ബിറ്റും B1 B0 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ആദ്യത്തെ സബ്ട്രാക്ടറിന് LSB സബ്ട്രാക്ടറിന് മാത്രം നമുക്ക് ഹാഫ് സബ്ട്രാക്ടർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. MSB തൊട്ട് അടുത്ത MSB തൊട്ട് സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ you have result difference and borrow out is there, and this borrow out is also considered as borrow in while we make the difference subtract this A1 and B1. Let me നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. 0 1 വരുന്ന രണ്ട് കണ്ടീഷൻ borrow in 0 1 ആവാം. 1 0 വരുന്ന രണ്ട് കണ്ടീഷൻ 0 1 ആവാം. then 1 1 വരുന്ന രണ്ട് കണ്ടീഷൻ. Okay. 0 minus 0 0 0 minus 0 is difference is 0 and 1 0 and 0. 0 minus 0 0 0 minus 1 0 minus 1 difference is 1 and borrow out is 1. 0 minus 1 is 1 1 minus 0 is 1 1. This is 0 minus 1. Okay, 0 minus 1 is 1 with borrow out is 1. That 0 is difference with 1. So the difference is 0. There is a borrow out there because 0 minus 1 0 minus 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് 1 ആണ്, borrow out 1 ആണ്. Then this borrow in is reduced from this difference. So you will get difference 0 and there is a borrow out.
Okay, 1 minus 0, difference is 1, 0, 1 minus 0 is 1, 1 minus 1, 0, like this, 1 minus 1, 0, 0 minus 0, like this, 1 minus 1, 0, 0 minus 1, differences. So you have to realize this difference and borrow out. Okay, difference borrow out and the difference in the true conditions. So these are the true conditions. These are the true conditions. And borrowed true condition, this is this one, and this one. Okay, solve the equation, minimize the equation, not solve, minimize the equation, and after minimizing you will get in the form of gates in the formula. So you can get the answer. Okay, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ സർക്യൂട്ട് കിട്ടിയെങ്കിൽ എനിക്ക് ജസ്റ്റ് അയച്ചു തരിക, സർക്യൂട്ട് എങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ ഫുൾ സബ്സ്ട്രാക്ടറിൻ്റെ സർക്യൂട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് അയച്ചു തരിക. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ അത് സൊല്യൂഷൻ ചെയ്ത് അത് സൊല്യൂഷനിലേക്ക് എത്താനായിട്ട് നമ്മളൊരു സ്റ്റെപ്പോടെ ചെയ്യുന്നുണ്ട്. ആ സ്റ്റെപ്പിനെയാണ് നമ്മൾ ബൂളിയൻ ഇക്വേഷൻ്റെ മിനിമൈസേഷൻ എന്ന് പറയുന്നത്. ബൂളിയൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ലോജിക്കൽ ഇക്വേഷൻ ഏറ്റവും മിനിമൈസ് ചെയ്യുന്ന രീതിയാണ്. ആ മിനിമൈസ് ചെയ്ത രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ സർക്യൂട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ, ഏറ്റവും മിനിമൈസ് ആയിട്ടുള്ള സർക്യൂട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ഇപ്പം നമ്മൾ ആർഡർ സർക്യൂട്ട് നോക്കി, സബ്സ്ട്രാക്ടർ സർക്യൂട്ട് നോക്കി, എങ്ങനെയാണ് ഒരു ട്രൂത്ത് ടേബിൾ എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മിനിമൈസ്ഡ് ഫോമിലേക്ക് ആക്കുന്നതെന്ന് നമ്മൾ നോക്കി. അതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. ഇത് നിങ്ങൾ നെക്സ്റ്റ് ലെവൽസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വേണം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സിൻ്റെ നെക്സ്റ്റ് സർക്യൂട്ട്സ് ആണ്, ദാറ്റ് ഈസ് മൾട്ടിപ്ലെക്സർ. ഓക്കെ, മൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഡിവൈസ് ആണ് ഡിജിറ്റൽ ലോജിക് സർക്യൂട്ടിൽ. മൾട്ടിപ്ലെക്സർ വെച്ചിട്ട് പ്രോബ്ലംസ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. മൾട്ടിപ്ലെക്സർ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് റെഗുലർലി ചെയ്യുന്ന ഒരു ഏരിയ ആണ് മൾട്ടിപ്ലെക്സർ. ഓക്കെ, മൾട്ടിപ്ലെക്സർ കോമൺലി മൾട്ടിപ്ലെക്സറിനെ മാക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ മൾട്ടിപ്ലെക്സർ സർക്യൂട്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ അനലോഗ് കമ്മ്യൂണിക്കേഷനായിട്ട് ഏത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ടാണ് മൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞ സർക്യൂട്ട്. ഈ മൾട്ടിപ്ലെക്സറിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ അവർ പറയുന്നത് മെനി ടു വൺ എന്നാണ്. ഓക്കെ, മെനി ടു വൺ എന്നാണ് മൾട്ടിപ്ലെക്സ്. നമ്മൾ മൾട്ടിപ്ലെക്സ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെനി ടു വൺ ആക്കുക എന്നുള്ളതാണ്. So its meaning is many to one. So it means it have many inputs and only one output. A multiplexer having many inputs and only one output. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മളിപ്പം നമ്മുടെയൊക്കെ വീടുകളിലേക്കൊക്കെ ഫൈബർ ഓപ്റ്റിക്സ് കമ്മ്യൂണിക്കേഷനും അതുപോലത്തെ കമ്മ്യൂണിക്കേഷനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്കൊരു ടെലിഫോണിക് നേരത്തെ രീതിയിൽ നമുക്കറിയാം ടെലിഫോണിക് കമ്മ്യൂണിക്കേഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പം നമുക്ക് ഓരോ സിംഗിൾ സബ്സ്ക്രൈബർ ഉണ്ടാവും. ആ സിംഗിൾ സബ്സ്ക്രൈബറൊക്കെ ഒരു കമ്പൈൻഡ് ആയിട്ട് ഒരു സിംഗിൾ ലൈനിലേക്കാണ് പോകുന്നത്. ആ സിംഗിൾ ലൈൻ കമ്പൈൻ ചെയ്തിട്ട് ഈ മെനി ഇൻപുട്സുകളെല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ലൈനായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഫൈബർ ഓപ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഒരു സിംഗിൾ ഫൈബർ ഓപ്റ്റിക്സ് കേബിളിലൂടെ ഡിഫറെൻറ്റ് സബ്സ്ക്രൈബറിനെ മൾട്ടിപ്ലെക്സ് ചെയ്തിട്ട് അതിനെ ഒരു സിംഗിൾ ലൈൻ ആക്കിയിട്ടാണ് വിടുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടിപ്ലെക്സർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ലൈൻസ് ഒക്കെ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സിംഗിൾ ചാനൽ, അല്ലാതെ ഈച്ച് ചാനൽ ഇൻഡിവിജ്വൽ ചാനലായിട്ട് നമുക്ക് വലിക്കാനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ അതെല്ലാം കൂടി ഒരു കോമൺ ചാനലിലേക്ക് വിടുകയും ആ കോമൺ ചാനലായിരിക്കും ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അത് കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് മൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൾട്ടിപ്ലെക്സേഴ്സ് ഉണ്ട്. ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ഉണ്ട്, ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ഉണ്ട്. ഡിജിറ്റലിലാണെങ്കിൽ കോഡ് ഡിവിഷൻ CDMA എന്നൊക്കെ പറഞ്ഞ ടെക്നിക്കുകളുണ്ട്. അതൊക്കെ മൊബൈൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു ടേമുകളാണ്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലെക്സിംഗ് കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിലും ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ഓക്കെ, നമ്മുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ ഇപ്പം ഇത് റിയലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. അപ്പം മെനി ഇൻപുട്ടുണ്ട്, ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ.
let I have 2 raised to n inputs. 2 raised to n inputs ഉണ്ടെങ്കിൽ only one output ഉണ്ടാവുള്ളൂ. One output ഉണ്ടാവുള്ളൂ. But we have n selection input ഉണ്ടാവും. ഈ selection input അനുസരിച്ചിട്ടാണ് ഏത് ഇൻപുട്ടാണ് ഔട്ട്പുട്ടിലേക്ക് പോകേണ്ടത് എന്ന് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മൾട്ടിപ്ലെക്സറിൽ കൺസിഡർ ഡ്രോ ചെയ്യാം. ഒരു മൾട്ടിപ്ലെക്സർ ഡ്രോ ചെയ്യാം. Consider this is a multiplexer. I have 2 raised to n input is to 1 output. അപ്പം 1 2 3 up to 2 raised to n input ഉണ്ടാവും. This is 1 2 3 and we have n selection input 1 2 up to n selection input and only one output. ഓക്കെ, ഈ മൾട്ടിപ്ലെക്സർ സ്വിച്ചിൻ്റെ ഉള്ളിൽ ഒരു മൾട്ടിപ്ലെക്സറിൻ്റെ ഉള്ളിൽ ഒരു സ്വിച്ചാണുള്ളത്. ബേസിക്കലി ഒരു സ്വിച്ചാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സെലക്ഷൻ ഇൻപുട്ട്, ദീസ് ആർ ദ സെലക്ഷൻ ഇൻപുട്ട്. ദീസ് ആർ മൈ ഇൻപുട്ട്സ്. അതായത് ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഇതൊക്കെ ഓരോ ചാനലാണ്, ഇൻഡിവിജ്വൽ ചാനലാണ്. ഈ ഇൻഡിവിജ്വൽ ചാനലിൽ നിന്നാണ് ഒരു കോമൺ ചാനലിലേക്ക് പോകുന്നത്, ഒരു കോമൺ ചാനലിലൂടെ പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ സെലക്ഷൻ ഇൻപുട്ടിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് ഈ സ്വിച്ചിൻ്റെ പൊസിഷൻ ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സെലക്ഷൻ ഇൻപുട്ട് ലെറ്റ് 0 0 0 ആണെന്ന് വിചാരിക്കുക. സോ ഇറ്റ് വിൽ സെലക്ട് ദ ഫസ്റ്റ് പിൻ. അപ്പോൾ ഫസ്റ്റ് സബ്സ്ക്രൈബർ ആയിരിക്കും, അതായിരിക്കും സെലക്ട് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്. ഓക്കെ, then we can have 0 0 1 condition is there, selection input condition. So it will select the second user, then third user. It's like that. So this switch is toggled from one subscriber to another subscriber depending upon the condition of the selection input. Okay, ഈ സെലക്ഷൻ ഇൻപുട്ടിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് ഈ സ്വിച്ച് ഓരോ യൂസറിലേക്കും പോകുന്നത്. അപ്പോൾ ആ യൂസറിന് മാത്രമാണ് അന്നേരം ആ ചാനൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ആ കോമൺ ചാനൽ ബിക്കോസ് ദിസ് എ കോമൺ ചാനൽ. അപ്പോൾ ഒരു കോമൺ ചാനലാണ്. ആ കോമൺ ചാനൽ ഉപയോഗിക്കുന്നത് അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ ഈ മൾട്ടിപ്ലെക്സർ വെച്ചിട്ട്. ഓക്കെ, ദിസ് ഇസ് എ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. then we can have frequency division multiplexing. This is അതൊരു അനദർ ഏരിയ ആണ്, അത് കമ്മ്യൂണിക്കേഷൻ്റെ ഏരിയ ആണ്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ഉണ്ട്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ഉണ്ട്, കോഡ് ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൾട്ടിപ്ലെക്സിംഗ് ഉണ്ട്. ഇതൊരു ടൈം ഡിവിഷൻ അപ്പോൾ ഒരു ടൈം സ്ലോട്ടിൽ ആ പർട്ടിക്കുലർ യൂസറിന് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സെലക്ഷൻ ഇൻപുട്ട് കണ്ടീഷൻ. ഓക്കെ, ഹോപ്പ് യു ക്ലിയർ ദിസ് ഐഡിയ. ഈ ഐഡിയ ക്ലിയർ ആണെങ്കിലാണ് നമുക്ക് മൾട്ടിപ്ലെക്സർ വെച്ചിട്ടുള്ള സർക്യൂട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് ഈസി ആവുള്ളൂ. Okay, let I have the basic multiplexer, that is a 2:1 max. 2:1 max. 2:1 max എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഇൻപുട്ടും ഉണ്ടാവും, ഒരു ഔട്ട്പുട്ടും ഉണ്ടാവും. അപ്പോൾ എത്ര സെലക്ഷൻ ഇൻപുട്ട് ഉണ്ടാവും? എത്ര സെലക്ഷൻ ഇൻപുട്ട് ഉണ്ടാവും? 2:1 max എന്ന് എഴുതാറുണ്ട്, അല്ലെങ്കിൽ 2/1 max എന്ന് എഴുതാറുണ്ട്. We can have 2 input and 1 output. അപ്പോൾ എത്ര സെലക്ഷൻ? these are my inputs, this is my output, and അപ്പോൾ എത്ര സെലക്ഷൻ ഇൻപുട്ട്സ് ഉണ്ടാവും? this is 2:1 ആണ്, ഇൻപുട്ടിൻ്റെ എണ്ണം 2:1 ആണ്. സോ 2:n ഇൻപുട്ട് ഉണ്ടെങ്കിൽ n സെലക്ഷൻ ഇൻപുട്ട് ഉണ്ടാവും. ഇത് 2:1 ആയ കാരണം ഓൺലി 1 സെലക്ഷൻ ഇൻപുട്ടേ ഉള്ളൂ. ലെറ്റ് മൈ സെലക്ഷൻ ഇൻപുട്ട് ഈസ് എ എന്ന് പറയുന്നതാണ് സെലക്ഷൻ ഇൻപുട്ട്. ദിസ് ഈസ് മൈ സെലക്ഷൻ ഇൻപുട്ട്. അപ്പോൾ സെലക്ഷൻ ഇൻപുട്ടിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് ഏത് ഇൻപുട്ടാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത്. ലെറ്റ് മൈ ദിസ് ഇൻപുട്ട് ഈസ് D0 and this is D1 and output is Y. Let my output is Y. So Y യുടെ കണ്ടീഷൻ എന്താണ്? So what is the condition of Y? When A is 0, it will select, the Y will be D0. When A is 1, my Y is D1. Okay, so A 0 ആവുമ്പോൾ it will select D0, A 1 ആവുമ്പോൾ it will select D1 ആവണം.
സോ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട്? വെൻ എ 0 ആവുമ്പോൾ D0 സെലക്ട് ചെയ്യണം. സോ എ ബാർ D0 or A D1. A0, let A is 0. A0 ആവുമ്പോൾ A bar 1 ആവും. So Y is equal to 1 D0 plus A0 ആണ് 0 D1. That means Y is equal to D0. At that time Y is equal to D0. Let A is 1. A is 1. Y is equal to 0 D0 1 D1. That is D1. Y is D1. So A യുടെ condition 0 ആവുമ്പോൾ output is D0. A യുടെ condition 1 ആവുമ്പോൾ output is D1. So this expression is very important. So we have to write the multiplexer equation like this. Okay, equation is clear ആണ്. When A is 0, the output will be D0. When A is 1, the output will be D1. Hope you clear this idea. Okay. Then അങ്ങനെയാണെങ്കിൽ ഒരു 4/1 max ആണെങ്കിലോ, let A 4/1 max. Okay. 4/1 maxൽ 4 ഇൻപുട്ട് ഉണ്ടാവും. അപ്പോൾ എത്ര സെലക്ഷൻ ഇൻപുട്ട് ഉണ്ടാവും? എത്ര എണ്ണം ഉണ്ടാവും സെലക്ഷൻ ഇൻപുട്ട്? So 4/1 max. So we can have 4 inputs is there. 4 inputs ഉണ്ട്. So എത്ര സെലക്ഷൻ ഇൻപുട്ട്? 2/2 ആണ്. 2/2 inputs ഉണ്ടെങ്കിൽ we can have 2 selection input. These are the selection input A, B. Selection inputs. These are my inputs. Okay. So selection inputs ന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് എനിക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത്. Okay. Let A, B condition is there. This is my output condition. If 0 condition, it will be select D0. The output will be 0. 0 1 condition D1 select ചെയ്യും. 1 0 condition D2 select ചെയ്യും. 1 1 condition D3 select ചെയ്യും. Okay. So these are the different conditions. Okay. So in this ഈ കണ്ടീഷനിൽ നമുക്ക് എങ്ങനെ ഇതിന്റെ എക്സ്പ്രഷൻ എഴുതാൻ പറ്റും? When it is A bar B bar, it will select D0. When it is A bar B, it will select D1. When it is A B bar, it will select D1. When it is A B, it will select D3. So the expression is like this. Okay. So 0 0 condition 0 0 condition this will be 1, this will be 1 and D0. Like 0 0 condition A bar 1 ആവും, B bar 1 ആവും. 0 0 എന്ന് പറയുന്ന എൻ്റെ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ. So it will be like this. And using this 4:1 max, we can realize almost all the gates. That is the importance of a 4:1 max. Okay, it is very important. Using a 4:1 max, we can realize all the logic gates. Very important point. So ഈ ലോജിക്കൽ ഗേറ്റുകളെല്ലാം തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റും. ഒരു 4:1 മാക്സ് വെച്ചിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്? ലെറ്റ് an OR gate.
how to realize an OR gate using 4:1 max, 4:1 max. We know that what is OR gate? OR gate is simply A or B. A or B ആണ് OR gate ന്റെ ഔട്ട്പുട്ട് വേണ്ടത്. If I have a 4:1 max like this, have D0, D1, D2 and D3, and I have two selection input, that it is A and B, and this is my Y, output Y. Okay, so എന്താണ് എനിക്ക് വേണ്ടത്? A or B ആണ് വേണ്ടത്. So we know that Y is equal to, when it is A bar B bar, it will be select D0. When it is A bar B, it will select D1. When it is A B bar, it will select D2. When it is A B, it will select D3. Okay, ഏതൊക്കെ കണ്ടീഷനാണ് ട്രൂ ആവേണ്ടത്? അപ്പം ഞാനൊരു ട്രൂ ടേബിൾ A or B ആണ് വേണ്ടത്. A or B യുടെ ട്രൂ ടേബിൾ വരച്ചു കഴിഞ്ഞാൽ A B Y 0 0 0 0 1 1 1 0 1 1 1 1. ഇതാണ് ഒരു OR ഗേറ്റിന്റെ ട്രൂ ടേബിൾ വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത്. സോ 0 0 കണ്ടീഷനിൽ ഔട്ട്പുട്ട് വിൽ ബി 0 ആയിരിക്കണം. സോ ഇഫ് ഐ പുട്ട് 0 0, ദ ഔട്ട്പുട്ട് വിൽ ബി 0 0. സോ ദ D0 പിൻ വിൽ ബി 0 അല്ലേ? D0 പിൻ 0 ആണെങ്കിൽ A ബാർ B ബാർ ടൈം 0 ആയി പോകും. ഈ ടൈം മൊത്തം 0 ആയി പോകും. Then A bar B വരുമ്പോൾ it will be select D1. It will be select when A bar B 0 1 condition, it will select D1. D1 ലെ ഔട്ട്പുട്ട് 1 ആയിരിക്കണം. So this is a +5 voltage. This input D1 will be +5 voltage. So if D1 is +5 voltage, that means logic 1 means A bar B condition is there. Then A B bar condition +5 ആയിരിക്കണം. So A B bar ആകുമ്പോൾ it will select D2 pin, and A B ലും +5 ആയിരിക്കണം. It will select D3 pin. So it will be like this. So it will be act like a OR gate. How it act like an OR gate? Y is equal to, at that time A bar B bar ആകുമ്പോൾ it will select D0. D0 യിൽ 0 ആണ് വരുന്നത്. Then A bar B, it will select D1. So A bar B വരുമ്പോൾ it will select D1. D1 എന്ന് പറയുന്നത് ലോജിക് 1 ആണുള്ളത്. Then A B bar it will select D2. D2 ലോജിക് 1 ആണുള്ളത്. A B it will select D3. അതിൽ ലോജിക് 1 ആണുള്ളത്. Okay, so this time will cancel. So you will get A bar B, A B bar, A B. So this is simply A exclusive, A or B. So this will be just like an OR gate. This 4:1 is just like an OR gate. അപ്പോൾ AND gate ആക്കണമെങ്കിലോ, I have to realize an AND gate using this 4:1 max. How we can make it? AND gate using 4:1 max. നമുക്ക് AND gate എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? Y is equal to A and B ആണ്. ട്രൂ ടേബിൾ വരച്ച് കഴിഞ്ഞാലോ A B Y 0 0 0 1 1 0 and 1 1 0 0 0 1. Okay, so what is how we can D1, D2, D3 is there. This is my output. Okay,
my A, B. When it is 0, 0, it will select D0. D0 ൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം. When it is 0, 1, it will select D1. അതിൽ 0 ആയിരിക്കും. 0, 1 ലും 0 ആയിരിക്കണം. When it is 1, 0, it will select D2. അപ്പോൾ D2 ലും 0 ആയിരിക്കും. When it is 1, 1, it will select D3. അതിൽ +5 വോൾട്ട് അല്ലെങ്കിൽ ലോജിക് 1 ആയിരിക്കും. Because y is equal to A bar B bar D0, A bar B D1, A B bar D2, A B D3. Okay. So D0 എന്ന് പറയുന്നത് 0 ആണ്. So simply A bar B bar വരുമ്പോൾ 0, A bar B വരുമ്പോൾ അതും 0, D1 ൽ 0 ആണ്. A B bar വരുമ്പോൾ 0, D2 ൽ 0 ആണ്. A B വരുമ്പോൾ D3 ൽ 1 is 1. So this is 0, this is 0, this is 0, and A, B and 1 is simply AB. So this represents simply an AND gate. So using this 4:1 max, we can also realize this AND gate. So just I realize AND gate, OR gate, then exclusive OR gate. You can easily realize exclusive OR gate, NAND gate, NOR gate, any gate we can realize using this 4:1 max. You just realize X or X NOR using this 4:1. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഐഡിയ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലെക്സർ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഐഡിയ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരിക്കണം. ഈ എങ്ങനെയാണ് ഒരു മൾട്ടിപ്ലെക്സറിനെ നമ്മൾ ഗേറ്റുകളായിട്ട് റിയലൈസ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്ലെക്സർ വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് ആയിരിക്കും തരുന്നത്. അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ടിൻ്റെ കോമ്പിനേഷൻ എന്താണ്, അല്ലെങ്കിൽ ട്രൂത്ത് ടേബിൾ എന്താണ്, അതൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഒരു 4:1 മൾട്ടിപ്ലെക്സർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഒരു ഗേറ്റ് റിയലൈസ് ചെയ്യാം. ഒരു ഗേറ്റ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സർക്യൂട്ട് വേണമെങ്കിലും, ലോജിക് ഗേറ്റ് വെച്ചിട്ടുള്ള ഏത് സർക്യൂട്ട് വേണമെങ്കിലും റിയലൈസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ. നമുക്ക് പ്രീവിയസ് ഇയർ ഒരു പ്രോബ്ലം നോക്കാം. Find expression for output F. Okay. Zeroth pin, first pin. This is 2/1 max. This is 2/1 max. This pin is given as C, and this pin is given as C bar, and this is the output D, and this is the selection input for this first 2:1 max. And here this 0 pin is grounded, and this first pin given as A, and this is given as the selection input, and this is my output F. You have to find the expression for this F. Question is,
This is a previous year CSIR question. It was asked in 2007 June. Okay. എങ്ങനെ ചെയ്യാൻ പറ്റും? You have to first realize the expression for D. Then only you can get the expression for F. What is D? From this equation. What is D? D is, when it is B bar, it will select 0th pin. 0th pin is C ആണ് കൊടുത്തിരിക്കുന്നത്, C. When it is B, it will select first pin and this is C bar. So that is D is simply B exclusive or C. Then you have to find out F. F, what is F? When it is D bar, it will select 0th pin. 0th pin is grounded. When it is D, D is 1, it will select the A, first pin A. So you just make the expression for F. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ ആൻസർ കിട്ടിയത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുക. നിങ്ങളിത് ചെയ്ത് നോക്കുക. ഓക്കെ. So some more problems we can do in the next class. So hope you understood the idea in this idea about this multiplexer and subtractor circuit we discussed in this class. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കണം. ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട്, വളരെ സന്തോഷം. നിങ്ങളത് ചോദിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് ഡൗട്ട് വെച്ചുകൊണ്ട് നെക്സ്റ്റ് ലെവൽ പ്രോബ്ലത്തിലേക്ക് കിടക്കരുത്. ഇത് ഏറ്റവും ബേസിക് ആണെങ്കിലും ഇതിനകത്ത് ഫണ്ടമെൻ്റൽ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ച് പ്രീവിയസ് ഇയറിലെ CSIR ഒക്കെ പ്രോബ്ലംസ് കുറച്ചുകൂടി ടഫർ ലെവലിൽ പോകുമ്പം നിങ്ങൾക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങളുടെ ഈ ഫണ്ടമെൻ്റൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റാക്കി വയ്ക്കുക. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.